Hello children, let us do your second lesson, that is whole numbers. ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൗണ്ടിങ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഹൗ വിൽ യു കൗണ്ട് 1 2 3 4 5 അങ്ങനെയല്ല യു വിൽ കൗണ്ട്. ആൻഡ് നൗ യു ഹാവ് ലേൺ നമ്പേഴ്സ് ടിൽ ലാക്സ് ആൻഡ് ക്രോർസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ അത്രയും വേണമെങ്കിൽ കൗണ്ട് ചെയ്തോളൂ. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമ്മൾ പറയാം നാച്ചുറൽ നമ്പേഴ്സ്, സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് അറ്റ് ഓൾ, ഗോയിങ് ഓൺ ഇൻക്രീസിങ്. ഓക്കെ, അങ്ങനെ ഗോയിങ് ഓൺ ഇൻക്രീസിങ്ങിനെ നമ്മൾ പറയാം ഗോയിങ് ടിൽ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മീൻസ് ഒരു അറ്റമില്ലാത്ത, ഒരു എൻഡില്ലാത്ത ഒരു നമ്പർ കൗണ്ടിങ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഫിനിറ്റി. അപ്പോൾ ഈ കുറേ കാലം വരെ എല്ലാവരും ഇങ്ങനത്തെ നമ്പർ സിസ്റ്റം എന്നാണ് യൂസ് ചെയ്തത്. പക്ഷെ അവർക്ക് ഒന്നില്ലാത്തൊരവസ്ഥ മാത്സിൽ എങ്ങനെ പറയാൻ പറ്റുമെന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ വന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഒരു നമ്പർ അതിനും വേണം, ഒന്നില്ലാത്തൊരവസ്ഥ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 2 മുട്ടായി ഉണ്ട്. അപ്പോൾ നിങ്ങളെ അമ്മ ചോദിച്ചു എത്ര മുട്ടായി ഉണ്ട്? യു സെഡ് 2. ഓക്കെ, പിന്നെ യു ate 1. Then your mother asked how many മുട്ടായി did you have? Then you will say now I have only 1. ആ 1ഉം തിന്ന്. ഇപ്പം അമ്മ ചോദിക്കാൻ നൗ ഹൗ മെനി മുട്ടായി ഡു യു ഹാവ്? അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ പറയണ്ടേ? ആ ആൻസർ പറയാനോട് അവിടെ ഒരു നമ്പർ ആവശ്യം വന്ന്, ആ നമ്പറാണ് ഇവർ 0 എന്ന് വിളിച്ചത്. ഓക്കെ, ടു ഷോ നത്തിങ്നെസ്, ടു റിപ്രസെൻറ്റ് നത്തിങ്നെസ്, ദാറ്റ് ഇസ് 0. ഓക്കെ, അപ്പോൾ ഈ 0 ഇൻക്ലൂഡായി നമ്പർ സിസ്റ്റമിൽ. അപ്പോൾ നമ്മുടെ നമ്പർ സിസ്റ്റമിൽ ഇനി നാച്ചുറൽ നമ്പർ പറയാൻ പറ്റുമോ? ഒരു പുതിയ എൻട്രി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് കൊടുത്തൊരു പുതിയ പേരാണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ യു ബിഗിൻ ഫ്രം 0 1 2 3 4 ആൻഡ് എൻലെസ്. അതേപോലെ നാച്ചുറൽ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ 0നെ മാറ്റി വെച്ച് വെറും കൗണ്ടിങ് നമ്പേഴ്സ് പറയാം, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് കാണാനുണ്ട് ഈ ഹോൾ നമ്പേഴ്സിന്. കുട്ടികൾ ഇത്ര വർഷം നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ നോക്കിയ ടെക്സ്റ്റ് ബുക്കൊക്കെ എത്ര പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ ഫസ്റ്റ് ലെസൺ വരെ ആ ഫിഷിൻ്റെ ഒക്കെ ലെസൺ എത്ര നല്ല റീപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കഥകളും പിന്നെ റിഡിൽസ്, പിന്നെ ക്വിസ്, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷേ നൗ യു ആർ ഗ്രോൺ അപ്പ് നോ, സോ യുവർ ടെക്സ്റ്റ് ബുക്ക് ഹാസ് ഓൾസോ ഗ്രോൺ അപ്പ്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അവർ ഇങ്ങനെ ഇൻഫർമേഷൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 4-5 പേജായിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കുറേ ഇൻഫർമേഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഐ എം ഗോയിങ് ടു ടോക്ക് ഓൺലി അബൌട്ട് ഓൾ ദറ്റ് ഇൻഫർമേഷൻ. എക്സസൈസ് വി വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഹോൾ നമ്പേഴ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ അറിയാനുണ്ട്, പിന്നെ കുറച്ച് പുതിയ ടേംസും നമ്മൾ അറിയാനുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രീഡിസസർ ആൻഡ് സക്സസർ. ഈ ഇത്ര വലിയ വലിയ വാക്ക് കേട്ടൊന്നും പേടിക്കൊന്നും വേണ്ട. നമ്മൾ ചെറുപ്പം മുതൽ ചെയ്യുന്നില്ലേ ദ നമ്പർ ദാറ്റ് കംസ് ആഫ്റ്റർ, അതന്നെയാണ് ഈ പ്രീഡിസസറും സക്സസറും. ഓക്കെ, ഈ പ്രീഡിസസർ എന്താണ്? ദ വൺ ദാറ്റ് കംസ് ബിഫോർ. സക്സസർ എന്താണ്? ദ വൺ ദാറ്റ് കംസ് ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ആണ്. 6ൻ്റെ പ്രീഡിസസർ എന്താണ്? 5. 6ൻ്റെ സക്സസർ എന്താണ്? 7. അത്രയും സിമ്പിളാണ്. നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കൂ, റൈറ്റ് ദ പ്രീഡിസസർ ഓഫ്, റൈറ്റ് ദ സക്സസർ ഓഫ്. അപ്പോൾ അത് ഓർമ്മ വെക്കണം കേട്ടോ. നമ്പർ എഴുതുമ്പോൾ ബാക്കിൽ വരുന്ന നമ്പറാണ് പ്രീഡിസസർ. ഓക്കെ, അതേമാതിരി സക്സസ് മീൻസ് ഫ്രണ്ടിൽ പോണത്, അപ്പോൾ മുന്നിൽ വരുന്ന നമ്പർ ദാറ്റ് ഈസ് സക്സസർ. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സിൻ്റെ മീനിങ് ഓർമ്മ വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ 6th എത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സിംഗിൾ ഡിജിറ്റ് നമ്പർ ഒന്നും കിട്ടൂല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ലാക്സ് ക്രോർസ് ഒക്കെ അറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്പറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദിസ് നമ്പർ. ഇപ്പോൾ ഇത്ര 1 3 4 7 5 0 നമ്പർ, ഇത്ര വലിയ നമ്പർ നിങ്ങൾക്ക് കിട്ടി. നമുക്കൊന്നത് റീഡ് ചെയ്ത് നോക്കാം. റീഡ് ചെയ്ത് ഇന്ത്യൻ സിസ്റ്റമിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടൊരു കോമ ഇടുക, 2 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടൊരു കോമ ഇടുക. അപ്പോൾ ഈ നമ്പർ എത്ര? 1,34,750. അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രീഡിസസറും സക്സസറും കണ്ടെത്തണം. അപ്പോൾ അത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് സ്മാർട്ടാണെങ്കിലൊക്കെ എളുപ്പമാണ്. പക്ഷേ നമുക്കൊരു എളുപ്പ വഴി വേറെ ഉണ്ട്. അതെന്താണ്? ഒരു നമ്പറിൻ്റെ പ്രീഡിസസർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സബ്ട്രാക്ട് ഇറ്റ് വിത്ത് 1. ഒരു നമ്പറിൻ്റെ സക്സസർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആഡ് 1 ടു ഇറ്റ്, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രീഡിസസർ ഫൈൻഡ് ചെയ്യാൻ വാട്ട് യു ആർ ഡൂയിങ്, യു ആർ സബ്ട്രാക്ടിങ് ദാറ്റ് നമ്പർ വിത്ത് 1. അപ്പോൾ 1നോട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ? ഫസ്റ്റ് 0 കട്ടാവും. യു വിൽ ഹാവ് 10 there, then your 5 will cut, you will have 4 there. So what will remain? 10 minus 1 will give you 9 and 4 will remain. So your number will be 1 3 4 7 4 9. Okay, അതേപോലെ to get the successor what you have to do, you have to just add 1.
ഓക്കെ, അത് എളുപ്പമായിരിക്കും. 1 3 4 7 5 1 ദാറ്റ് വിൽ ബി യുവർ സക്സസർ. അപ്പോൾ ഇങ്ങനത്തെ സംസ് കുറച്ചുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് എക്സസൈസിൽ. അപ്പോൾ ഇതിങ്ങനെ പ്ലസ് സക്സസർ കാണാൻ +1 ചെയ്താൽ മതി, പ്രീഡിസസർ കാണാൻ -1 ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ പണി എളുപ്പത്തിൽ കഴിയും. നൗ ലെറ്റ് us see some properties of whole numbers. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ദിസ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്താണ്? അത്ര ഒരു വലിയ കാര്യമൊന്നുമല്ല. ക്ലോഷർ പ്രോപ്പർട്ടീൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ക് കൂട്ടുകയാണെങ്കിൽ, ഈ 2 ഹോൾ നമ്പേഴ്സിന് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ക് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസറും ഹോൾ നമ്പർ ആയിരിക്കണം. എന്നാൽ അതിനെ നമ്മൾ ക്ലോഷർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ എന്തൊക്കെ കണക്കാണ് ചെയ്യുക? വി ക്യാൻ ഡു അഡിഷൻ, വി ക്യാൻ ഡു സബ്ട്രാക്ഷൻ, വി ക്യാൻ ഡു മൾട്ടിപ്ലിക്കേഷൻ, വി ക്യാൻ ഡു ഡിവിഷൻ അല്ലേ? അപ്പോൾ ഈ 4 കേസസിലും ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾ നമ്പേഴ്സിന് വാലിഡ് ആണോ ഇല്ലേ എന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം അഡീഷനിൽ. ഇപ്പോൾ അഡീഷൻ ഓഫ് എ ഹോൾ നമ്പർ, എന്ത് ഹോൾ നമ്പറും എടുത്തോളി. 20 + 10 യു ഗെറ്റ് ദ ആൻസർ 30. അതിന് പകരം എന്ത് നമ്പർ, വാട്ട് എവർ യു സേ, 3 + 2 = 5. അപ്പോൾ അങ്ങനെ എന്ത് നമ്പർ എടുത്താലും യു വിൽ ഹാവ് ദ ആൻസർ ആസ് എ ഹോൾ നമ്പർ. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അഡീഷൻ ചെയ്യുകയാണെങ്കിൽ ഹോൾ നമ്പേഴ്സ് ക്ലോഷർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതിനെ ഇംഗ്ലീഷിൽ സ്റ്റൈലാക്കി പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി സബ്ട്രാക്ഷൻ്റെ കാര്യം നോക്കാം. സബ്ട്രാക്ഷനിൽ നോക്കുമ്പം ഈ എക്സാമ്പിൾ നോക്കൂ. 5 - 2 gives you 3. നമുക്കൊക്കെ അറിയാം ബിഗർ നമ്പർ മൈനസ് ചെറിയ നമ്പറേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 കിട്ടി. പക്ഷേ ഈ അടുത്ത കേസ് നോക്കൂ. 2 - 5 അത് നമ്മൾ എങ്ങനെ ചെയ്യും? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ എങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പർ ഒരു ഹോൾ നമ്പർ ആയിരിക്കില്ല. വി കനോട്ട് സെപ്പറേറ്റ് എ ബിഗർ നമ്പർ ഫ്രം എ സ്മോൾ നമ്പർ. അപ്പോൾ വാട്ട് ഡു വി സേ? ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, അതൊരു പ്രോപ്പർട്ടിയാണ് ഹോൾ നമ്പേഴ്സിൻ്റെ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ അവസ്ഥ എന്താണ്? 2 × 3 = 6 അല്ലേ? അതേപോലെ 3 × 2 = 6. നിങ്ങൾ എന്ത് നമ്പേഴ്സിന് ഇൻറ്റു ചെയ്തോളൂ. 20 × 30 will give you 60. Any numbers you take, okay, like 3 × 6 will give you 18. If whatever you do with the whole numbers, the answer is going to be a whole number, correct? അപ്പോൾ നമ്മൾ എന്താ പറയുക? whole numbers are closed under multiplication. ഓക്കെ, ഇനി ഡിവിഷൻ കൂടി നോക്കാനുണ്ട്. ഡിവിഷൻ്റെ അവസ്ഥ എന്താണ്? ബിഗർ നമ്പർ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ ചെയ്താൽ നമുക്ക് ചില കേസസിൽ അത് ഫുൾ ഡിവിഷൻ നടക്കും, 0 റിമൈൻഡർ കിട്ടും. അപ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, 6 / 3 = 2. ഈ കേസിൽ നമുക്ക് ആൻസർ ഹോൾ നമ്പർ തന്നെ കിട്ടി. പക്ഷേ ഈ കേസ് നോക്കൂ. 2 / 6 അതിൽ നമുക്ക് പോയിൻ്റൊക്കെ ഇട്ടിട്ടല്ലേ വരാൻ പോണേ, ശരിക്കും ഒരു നമ്പർ കിട്ടൂലല്ലോ. അപ്പോൾ വി വിൽ സേ ദിസ് ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഓക്കെ, അപ്പോൾ എന്താവും? ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പോൾ ഈ ഫുൾ പ്രോപ്പർട്ടീസിനൊന്ന് സമ്മറൈസ് ചെയ്യാൻ, ഹോൾ നമ്പേഴ്സ് അഡിഷനിൽ they are closed, subtractionally they are not closed, multiplicationally they are closed, and divisionally they are not closed. Okay, so this is called closure properties of whole numbers. Okay, ഇനി അടുത്ത പ്രോപ്പർട്ടി നമുക്ക് നോക്കാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഒരു 2 നമ്പേഴ്സിന് എന്തെങ്കിലും ഒരു കണക്ക് കൂട്ടുകയാണെങ്കിൽ അതിനെ തിരിച്ചു മറിച്ച് ഏത് ഓർഡറിൽ കൂട്ടിയാലും നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടണം. ഓക്കെ, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡീഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 + 3 ചെയ്താൽ വാട്ട് ഈസ് ദ ആൻസർ? യു ഗെറ്റ് 7. അതേപോലെ 3 + 4 ചെയ്താൽ വാട്ട് വിൽ ബി ദ ആൻസർ ദാറ്റ് യു ഗെറ്റ്? ദാറ്റ് വിൽ ബി 7. Okay, അപ്പോൾ what do we see? Whole numbers show commutative property in addition. അഡീഷനിൽ അവർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതേപോലെ സബ്ട്രാക്ഷൻ്റെ കഥ എന്താണ്? 4 - 3 you will get 1. ബട്ട് 3 - 4 നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. 3 ചെറിയ നമ്പർ അല്ലേ, 4 നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹോൾ നമ്പർ നമുക്ക് കിട്ടൂല ആൻസർ. സോ വാട്ട് വി സേ? ഹോൾ നമ്പേഴ്സ്, അപ്പോൾ ഇത് ഈക്വൽ ആയിട്ട് കിട്ടൂല നമുക്ക്. So what do we say? Whole numbers do not show commutative property in subtraction. Okay, the multiplication de കേസിലോ 4 × 3 = 3 × 4. അങ്ങനെ നമുക്ക് മാറ്റി പറയുന്നതിന് പ്രശ്നമില്ലല്ലോ. 4 × 3 12 ആണ്, 3 × 4 12 ആണ്. അപ്പോൾ what is the conclusion we get? Whole numbers show commutative property under multiplication. ഇനി ഡിവിഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ 3 / 4 അത് നമുക്ക് എന്തോ പോയിൻറ്റ്സിൽ ആൻസർ കിട്ടുക
അല്ലേ? അതേപോലെ 4 ഡിവൈഡഡ് ബൈ 3 ഡിഫറെൻറ്റ് ആൻസർ യു വിൽ ഗെറ്റ്. ഹോൾ നമ്പർ നമുക്ക് കിട്ടൂല. സോ വി സേ ഹോൾ നമ്പേഴ്സ് ഡു നോട്ട് ഷോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ ഡിവിഷൻ. അപ്പോൾ വാട്ട് ഡു വി കൺക്ലൂഡ് ഫ്രം ഓൾ ദിസ്? We see that in addition they show commutative property, for subtraction they don't show commutative property, for multiplication they show commutative property, for division they don't show commutative property. അപ്പോൾ നമ്മൾ 2 പ്രോപ്പർട്ടീസ് കണ്ടു. സിമിലർ ആക്ഷൻ ആണ് രണ്ട് പ്രോപ്പർട്ടിയിലും കാണിച്ചത്. ദാറ്റ് ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഫസ്റ്റ് അഡീഷൻ്റെ നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോൾ മോർ ദാൻ 2 ഡിജിറ്റ്സ് എടുത്തിട്ടാണ് നോക്കാം. അപ്പോൾ ഈ കേസിൽ 3 ടേംസ് ഉണ്ട്, 2 + 3 + 4. അപ്പോൾ ഇതെന്താ നമ്മളൊന്ന് സോൾവ് ചെയ്ത് പറയാം. 2 + 3 is 5, 5 + 4 is 9. അപ്പോൾ ഇതിൻ്റെ ആൻസർ 9 കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2 + 3 ചെയ്യുക. 2 + 3 ചെയ്താൽ എന്താ കിട്ടുക? 5. 5 + 4 9 കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് 3യും 4നെ ജോയിൻ ചെയ്തിട്ട് 3 + 4 ചെയ്യുക, പിന്നെ 2നെ ആഡ് ചെയ്യാം. ഏത് ഓർഡറിലും ഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലേ? യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. 3 + 4 is what? 7. 7 + 2 9. ഓർ യു ക്യാൻ ഡു 2 + 4. 2 + 4 എന്താ? 6. 6 + 3 9. എങ്ങനെ ചെയ്താലും യു ആർ ഗെറ്റിംഗ് ദ സെയിം ആൻസർ. ദെൻ വി സേ ദേ ആർ ഷോയിങ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ് കേസ്? 2 × 3 യു ഹാവ് 6. 6 × 4 യു ഹാവ് 24. ഓക്കെ, സോ വാട്ട് ഡു വി ഹാവ് ഹിയർ? ഇങ്ങനെ അവരെ ഗ്രൂപ്പ് ആക്കി ചെയ്യുകയാണെങ്കിൽ 2 ഇപ്പോൾ ഞാൻ ചെയ്താൽ മതി. 2 × 3 6, 6 × 4 24. ഇല്ലെങ്കിൽ 3 × 4 ചെയ്യുക. 3 × 4 എന്താണ്? 12. അപ്പോൾ 12 × 2 24 യു വിൽ ഗെറ്റ്. ഓക്കെ, അങ്ങനെ സെയിം ആൻസർ. ഇനി വേണമെങ്കിൽ 2 × 4 ചെയ്ത് നോക്കൂ. 2 × 4 എന്താണ്? 8. 8 × 3 എന്താണ്? 24. സോ എനി ഹൗ യു ആർ ഡൂയിങ് യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. സോ വി സേ ദേ ഷോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അണ്ടർ ഹോൾ നമ്പേഴ്സ്. പക്ഷേ ഈ ഹോൾ നമ്പേഴ്സ് വന്ന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷനിലും ഡിവിഷനിലും കാണിക്കുന്നില്ല. ഇനി ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാണ്ട്, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് ഈ ചെറിയ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിപ്പിച്ചുതരാം. ഇതെന്താണ്? ഇതാണ് ചമ്മന്തി. ഇതാണ് ദോശ. ഇതാണ് ഇഡ്ഡലി. ദോശക്കും ചമ്മന്തി വേണം, ഇഡ്ഡലിക്കും ചമ്മന്തി വേണം, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ സോൾവ് ചെയ്യുമ്പം നിങ്ങൾ എന്താ ചെയ്യുക? ഇങ്ങനെ, അല്ലേ? ദോശക്കും ചമ്മന്തി, ഇഡ്ഡലിക്കും ചമ്മന്തി, ഇങ്ങനെയല്ലേ സോൾവ് ചെയ്യുക? അതേമാതിരി ഇതിനാണ് പറയുക ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി ദോശക്കും ചമ്മന്തി കൊടുത്തു, ഇഡ്ഡലിക്കും ചമ്മന്തി കിട്ടി. അപ്പോൾ ചമ്മന്തി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, അല്ലേ? അപ്പോൾ ദിസ് ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇതേ സെയിം സംഭവമാണ് നമ്മൾ നമ്പേഴ്സിൻ്റെ കൂടെ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയാം ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഒരു തന്ന്. സിംപ്ലിഫൈ മീൻസ് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടെത്തുക, അതാണ് സിംപ്ലിഫൈ. അപ്പോൾ 3 × 5 + 6 ആണ് അവർക്ക് ചെയ്ത് തന്നെ. അപ്പോൾ ഇതിന് നമുക്ക് എന്താക്കണം? 3നെ 5ക്കും കൊടുക്കണം, 3നെ 6നും കൊടുക്കണം, അല്ലേ? നമ്മൾ ചമ്മന്തി ദോശക്കും ഇഡ്ഡലിക്കും കൊടുത്ത പോലെ അങ്ങനെ തന്നെ 3 × 5 എഴുതുക, പിന്നെ ഒരു പ്ലസ് സൈൻ ഇടുക, പിന്നെ 3 × 6 എഴുതുക. ഓക്കെ, ദെൻ വാട്ട് വിൽ ഗെറ്റ്? 3 × 5 15, 3 × 6 18. വെൻ യു ആഡ് അപ്പ് 15 + 18 യു ഗെറ്റ് 33. ആഡ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലൊരു ഡൗട്ട് വരും, എന്താണ് ഇതിങ്ങനെയും മെനക്കെടുന്ന നേരം ഈ 5 + 6 11, 11 × 3 33 ചെയ്താൽ പോരെ, അല്ലേ? 5 + 6 11 ആണ്, 11 × 3 33 അങ്ങനെ ചെയ്താൽ പോരെ. എന്തിനാ ഇങ്ങനെ ലോങ് കട്ടൊക്കെ എടുക്കണേ? അപ്പോൾ ഈ ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരം വരുന്നത്. ഞാനൊരു വലിയ നമ്പർ എക്സാമ്പിൾ കാണിച്ചു തരാം. ദിസ് എക്സാമ്പിൾ 367 × 101. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അത് എക്സസൈസിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഈ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. നമുക്കിത് ഫുള്ള് എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് എളുപ്പത്തിൽ ഫൈൻഡ് ചെയ്യാം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അതെങ്ങനെ? ഈ 101 ഇല്ലേ, ആ 101 നമുക്ക് എന്താക്കാം? 100 + 1 എന്ന് എഴുതാം, അല്ലേ? 101 പിരിച്ച് 100 + 1 എന്ന് എഴുതാം. സോ വാട്ട് ഡു വി റിമെയിൻ വിത്ത്? 367 × 100 + 1. അപ്പോൾ 367 നമ്മളെ ചമ്മന്തിയാണ്, 100 നമ്മളെ ദോശയാണ്, 1 നമ്മളെ ഇഡ്ഡലിയാണ്. ഇനി ചമ്മന്തി ദോശക്കും ഇഡ്ഡലിക്കും കൊടുത്തോളി. അപ്പോൾ 367 × 100 ചെയ്തപ്പോൾ എന്തായി? 36700. 100നോട് ഇൻറ്റു ചെയ്യാൻ എത്ര എളുപ്പമാണല്ലോ. ലാസ്റ്റിൽ 2 0 zeros ഇട്ട് കൊടുത്താൽ മതി.
പ്ലസ് 367 ഇൻറ്റു 1 ഇൻറ്റു ചെയ്യുന്നത് എത്ര സിമ്പിളാണ്, സെയിം നമ്പർ യു വിൽ ഗെറ്റ്. ഓക്കെ, ഫൈനൽ ആൻസർ യു വിൽ ഗെറ്റ് 37,067. അപ്പോൾ 3 സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് എത്ര എളുപ്പമാണ്. സോ ദിസ് ഈസ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി സംസിൽ യൂസ് ചെയ്യാനുണ്ടാവും. യൂസിങ് പ്രോപ്പർട്ടി സോൾവ് ദ സം അങ്ങനെ വരും. സോ യു ഹാവ് ടു മെൻഷൻ വിച്ച് പ്രോപ്പർട്ടി ആർ യൂസിങ്, ദെൻ യു നീഡ് ടു സോൾവ് ദ സം. ഇനിയും 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. ഇനി ചിലപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സമ്മും വരാം, സിംപ്ലിഫൈ. ഇപ്പോൾ സിംപ്ലിഫൈ ഇത് അവരെന്താ ചെയ്തത്, 54 ഇൻറ്റു 7 പ്ലസ് 54 ഇൻറ്റു 3. അപ്പോൾ ഈ കേസിൽ ഇതെന്താണ്, 54 7ൻ്റെ കൂടെയുണ്ട്, 54 3ൻ്റെ കൂടെയുമുണ്ട്. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ, വേഗം സോൾവ് ചെയ്യണമെങ്കിൽ വാട്ട് വി ക്യാൻ ഡു, യു ക്യാൻ ടേക്ക് 54 ഔട്ട് ആൻഡ് നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിച്ചല്ലോ, ആ മോഡലിൽ അതിനെ എഴുതി കൊടുക്കാം. എങ്ങനെ, ലൈക്ക് ദിസ്. 54നെ കോമൺ പുറത്തെടുത്തിട്ട് റിമൈനിങ് 7 + 3 യു റൈറ്റ് ഡൗൺ അല്ലേ. അങ്ങനെ ഓർത്ത് നോക്കൂ, ചമ്മന്തി ദോശ, ചമ്മന്തി ഇഡ്ഡലി. ഇനിയിപ്പോൾ നിങ്ങൾ എന്താക്കി, ചമ്മന്തിനെ പുറത്തെടുത്ത് ഉള്ളിലാരാണ്, ദോശയും ഇഡ്ഡലിയും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടി, ഈ 7 + 3 ഈസിയാണല്ലോ ചെയ്യാൻ. അപ്പോൾ 7 + 3 എന്താ, 10 നമ്മൾ എഴുതി. അപ്പോൾ 54 ഇൻറ്റു 10 540. എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു. അപ്പോൾ വെൻ യു ഹാവ് ക്വസ്റ്റ്യൻസ് ലൈക്ക് സിംപ്ലിഫൈ ഇങ്ങനെ കാണുമ്പം യു ലുക്ക് ഔട്ട് ഫോർ ദ ചമ്മന്തീസ്. ഓക്കെ, സെയിം വരുന്ന നമ്പറിന് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ യുവർ സം വിൽ ബിക്കം ഈസി. ഇവർ ഒരു ക്വസ്റ്റ്യനിൽ തരുന്ന ഈ നമ്പേഴ്സ് ഉറപ്പായിട്ടും ഒരു 0 ലാസ്റ്റിൽ വരുന്ന നമ്പേഴ്സ് തന്നെ ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ഈസിലി കഴിയും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വാട്ട് ടൈപ്പ് ഓഫ് സം ദാറ്റ് യു ഹാവ് ടു ഡു. ഇനി ലാസ്റ്റ് വാട്ട് യു ഹാവ് ടു സീ ഈസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇതിൻ്റെ അർത്ഥം എന്താണ്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി മീൻസ് വൺ നമ്പർ, ആ നമ്പറിൻ്റെ കൂടെ നിങ്ങൾ ഏത് നമ്പർ ആഡ് ചെയ്താലും നിങ്ങൾക്ക് ആ സെയിം നമ്പറാണ് കിട്ടുന്നത് ആസ് എൻ ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഏത് നമ്പറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്ക് ആ സെയിം നമ്പർ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ ഐ എം ആഡിങ് 2 വിത്ത് ദാറ്റ് നമ്പർ, ഐ ഷുഡ് ഗെറ്റ് ആൻസർ 2. ഇഫ് ഐ എം ആഡിങ് 3 വിത്ത് ദാറ്റ് നമ്പർ, ഐ ഷുഡ് ഗെറ്റ് ആൻസർ 3. ഇഫ് ഐ എം ആഡിങ് 4 വിത്ത് ദാറ്റ് നമ്പർ, ഐ ഷുഡ് ഗെറ്റ് ആൻസർ 4. അപ്പോൾ ആ നമ്പർ നമ്മൾ അതിനെ കൊണ്ട് ആഡ് ചെയ്യുമ്പം നമുക്ക് സെയിം നമ്പർ കിട്ടുന്നത്, അതിനെ പറയാം അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്, യെസ് 0 ആണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. എനി നമ്പർ ഇഫ് യു ആഡ് വിത്ത് 0 യു വിൽ ഗെറ്റ് ദ സെയിം നമ്പർ. അതേപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്, യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദാറ്റ് നമ്പർ ആൻഡ് യു വിൽ ഗെറ്റ് ദ സെയിം നമ്പർ. For example, if I multiply 1 with that number, I should get 1. If I multiply 5 with that number, I should get 5. If I multiply 25 with that number, I should get 25. അപ്പോൾ ആ നമ്പർ എന്തായിരിക്കും, 0 ആവോ, അല്ല, ബിക്കോസ് 25 ഇൻറ്റു 0 ഈസ് 0. നമുക്ക് ആ സെയിം നമ്പർ കിട്ടുന്നില്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്, 1. അത് യു ഹാവ് ടു ബൈ ഹാർട്ട്. ദാറ്റ് ഈസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് 0 ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് 1. അപ്പോൾ ഐ തിങ്ക് ഐ ഹവ് കവേർഡ് ഓൾ ദ ഇൻഫർമേഷൻ ഗിവൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇനി നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. ദാറ്റ് വി വിൽ സ്റ്റാർട്ട് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ ചിൽഡ്രൻ, ബൈ.